യുദ്ധമൊക്കെ ഏറെക്കുറെ അവസാനിച്ചു. പക്ഷേ ഇറാനെ സംബന്ധിച്ച് വലിയ നഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത്. ഇസ്രായേലും അമേരിക്കയും ഒക്കെ ആ മാതിരി ഇറാനെ തിരിച്ചു വരാൻ കഴിയാത്ത വിധത്തിലുള്ള ആക്രമണമാണ് അഴിച്ചുവിട്ടത്. പക്ഷേ ഇറാനെ സംബന്ധിച്ച് ചില തുറുപ്പ് ചീട്ടുകൾ അവരുടെ കയ്യിലുണ്ട്. ഇനി അങ്ങോട്ട് ഇറാൻ്റെ അവസ്ഥ അതേത് തരത്തിലായിരിക്കും? ഇറാന് 2-3 രീതിയിൽ പോകാൻ പറ്റും. ഒന്നെങ്കിൽ ഈ പറഞ്ഞ ഡൊണാൾഡ് ട്രംപ് ആവശ്യപ്പെട്ട പോലെ നെഗോഷിയേഷൻ ടേബിളിലോട്ട് എത്താൻ സാധിക്കും. പക്ഷെ അതിനുള്ള പോസിബിലിറ്റി വളരെ കുറവാണ്. 2, എത്രയൊക്കെ അവരുടെ ഇൻഫ്രാസ്ട്രക്ചർ തകർത്താലും അവരുടെ ന്യൂക്ലിയർ സയൻറ്റിസ്റ്റുകൾ 9 പേരെ ഇസ്രായേൽ വധിച്ചു. IRGC കമാൻഡറായിട്ടുള്ള ജനറൽ സലാമി ഉൾപ്പെടെ വധിച്ചു. പക്ഷെ എങ്കിലും ഈ യുറേനിയം എൻറിച്ച് ചെയ്ത യുറേനിയം അവിടെ നിന്ന് മാറ്റിയോ എന്നുള്ളൊരു ചോദ്യം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. കാരണം ആറ്റമിക് എനർജി ഏജൻസിയുടെ തലവൻ പോലും പറഞ്ഞത് പൂർണ്ണമായിട്ട് സ്ഥിരീകരിക്കാൻ പറ്റില്ല, മൊത്തം തകർന്നു എന്നുള്ളത് സ്ഥിരീകരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഇവർ എങ്ങോട്ടാണ് മാറ്റിയിരിക്കുന്നത് എന്നുള്ളൊരു തിയറിയാണ് പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. അതിനെക്കുറിച്ച് പല വിദഗ്ധർ പലത് പറയുന്നുണ്ടെങ്കിലും നമ്മുടെ ദൃശ്യം സിനിമയിൽ മോഹൻലാൽ ചെയ്ത പോലൊരു കാര്യമാണ് ഇറാൻ ചെയ്തിരിക്കുന്നത്. കാരണം അതിൻ്റെ അകത്ത് പറയുന്നുണ്ട് ഇദ്ദേഹം എപ്പോഴെങ്കിലും ബോഡി കണ്ടെത്തുമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഇതിനെ മാറ്റാനും ഉള്ളൊരു പദ്ധതി ഇട്ടിരുന്നത്. അത് പറയുന്ന പോലെ തന്നെ 2023 ആറ്റമിക് എനർജി ഏജൻസി കണ്ടുപിടിക്കുന്നത് 60% യുറേനിയം എൻറിച്ച്മെൻറ്റ് നടന്നു എന്നുള്ളത്. ആ സമയം മുതൽ തന്നെ അവർ നേതാൻസ് എന്ന് പറയുന്ന യുറേനിയം എൻറിച്ച്മെൻറ്റ് സെൻറ്ററിനടുത്ത് പിക്കാക്സ് മൗണ്ടൻ റേഞ്ച് ഉണ്ട്. അവിടെ ഒരു പുതിയ യുറേനിയം എൻറിച്ച്മെൻറ്റ് സെൻറ്റർ തുടങ്ങി എന്നുള്ള വാർത്തകൾ വന്നിരുന്നു. അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ യുദ്ധത്തിൽ ഏറ്റവും അധികം ചലഞ്ചിങ് ആയിട്ട് അമേരിക്കയ്ക്കും ഇസ്രായേലിലും നിന്നിരുന്ന ഫോഡോ എന്ന് പറയുന്ന യുറേനിയം എൻറിച്ച്മെൻറ്റ് സെൻറ്റർ ഉണ്ട്. അണ്ടർഗ്രൗണ്ട് ഏകദേശം 300 അടി താഴ്ചയിൽ, ഭൂമിക്ക് 300 അടി താഴ്ചയിൽ ക്രിയേറ്റ് ചെയ്ത് വെച്ചൊരു എൻറിച്ച്മെൻറ്റ് സെൻറ്റർ. അതിനേക്കാൾ ഡീപ്പായിട്ട് അതിനേക്കാൾ പ്രൊട്ടക്റ്റഡ് ആയിട്ടൊരു സെൻറ്ററാണ് ഈ പിക്കാക്സ് മൗണ്ടൻ റേഞ്ച് എന്ന് പറഞ്ഞാൽ. അപ്പോൾ അവിടെ ഏകദേശം 350 അടി താഴ്ചയിലാണ്. അങ്ങോട്ട് മാറ്റിയിട്ടുണ്ടോ എന്നൊരു സംശയം പലരും പറയുന്നു. സോ ഈ സീസ് ഫയർ തന്നെ അതുകൊണ്ട് നമുക്ക് പൂർണ്ണമായിട്ടും പെർമനൻ്റ് ആണെന്ന് പറയാൻ പറ്റില്ല. കാരണം അത് ബ്രേക്ക് ചെയ്യാൻ പല രീതിയിൽ അത് ബ്രേക്ക് ചെയ്യാനുള്ള സാഹചര്യങ്ങളുണ്ട്. ഒന്ന്, ഈ പറഞ്ഞ പോലെ യുറേനിയം എൻറിച്ച് ചെയ്ത യുറേനിയം ഇറാൻ്റെ കയ്യിലുണ്ട് എന്ന് ഇസ്രായേൽ തിരിച്ചറിഞ്ഞാൽ തീർച്ചയായിട്ടും വീണ്ടും ഒരു തിരിച്ചടിക്ക് ഇസ്രായേൽ തയ്യാറാവും. അത് അല്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ രണ്ടുപേരും രണ്ട് രാജ്യങ്ങളാണെന്ന് വിചാരിക്കുക, ഒരു സീസ് ഫയർ വെച്ചെന്ന് വിചാരിക്കുക. പക്ഷേ എൻ്റെ കൂടെ എൻ്റെ ജീപ്പിൽ നടക്കുന്ന 5 ഗുണ്ടകളുണ്ട്. അതിൽ ആരെങ്കിലും ഒരാൾ താങ്കളെ വന്നൊരു 5-ാം ദിവസം തല്ലിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി കേസ് കൊടുക്കുന്നോ, തിരിച്ച് തല്ലാൻ ശ്രമിക്കുന്നോ അവരെ ആയിരിക്കില്ല, എന്നെ ആയിരിക്കും. ആ പറഞ്ഞ പോലെ ഹെസ്ബുള്ളയോ ഹൂത്തികളോ ഹമാസോ ഇസ്ലാമിക് ജിഹാദോ മറ്റേതെങ്കിലും ഷിയ മിലിഷ്യയോ ഇസ്രായേലിനെ അറ്റാക്ക് ചെയ്താൽ, അങ്ങനെ സംഭവം നടന്നു കഴിഞ്ഞാൽ വീണ്ടും ഇത് യുദ്ധത്തിലേക്ക് പോകാനുള്ള സാഹചര്യമുണ്ട്. മൂന്നാമത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ യുദ്ധം തീരുന്നതിന് 2 ദിവസം മുന്നെയാണ് ഇറാൻ ക്ലസ്റ്റർ ബോംബുകൾ ഉപയോഗിച്ചത്. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിയമവിരുദ്ധം എന്ന് വേണേൽ പറയാം. പക്ഷേ അങ്ങനെ ഉപയോഗിച്ച ക്ലസ്റ്റർ ബോംബിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താങ്കൾക്കറിയാവുന്ന പോലെ തന്നെ ഒരു മിസൈൽ പോയിട്ട് പല സ്ഥലങ്ങളിലായിട്ട് ഈ ബോംബ് വീണ് കിടക്കുന്നു. ചിലത് വീഴുമ്പോൾ തന്നെ പൊട്ടും, ചിലത് വീഴുമ്പോൾ പൊട്ടില്ല. ഒരു മണിക്കൂർ കഴിഞ്ഞ് പൊട്ടും, ഒരു ദിവസം കഴിഞ്ഞ് പൊട്ടും, ഒരാഴ്ച കഴിഞ്ഞ് പൊട്ടും, ഒരു വർഷം കഴിഞ്ഞ് പൊട്ടും. അങ്ങനെയുള്ള സിനാരിയോസ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒന്ന് സംഭവിച്ചാൽ, ഫോർ എക്സാമ്പിൾ ഒരാഴ്ചയ്ക്ക് ശേഷം അവിടെ നടക്കുന്ന സിവിലിയൻ ഇതിൽ ചവിട്ടി ഒരു ലാൻഡ് മൈൻ പോലെ അത് പൊട്ടിത്തെറിച്ചു, അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇസ്രായേൽ ആ പേരും പറഞ്ഞ് ഇത് സീസ് ഫയർ ബ്രേക്ക് ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള പല സാധ്യതകളും നിൽക്കുന്നു. ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഒന്നെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ നെഗോഷിയേഷൻ, അതിന് സാധ്യത കുറവാണ്. അല്ലെങ്കിൽ വീണ്ടും ഒരു എക്സ്ട്രീം പോസിബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നോർത്ത് കൊറിയ ഈ NPT ന്യൂക്ലിയർ നോൺ പ്രൊളിഫറേഷൻ ട്രീറ്റി ഒപ്പുവെച്ച രാജ്യമായിരുന്നു. 1985 ഒപ്പുവെച്ചു, 2003 ഇറങ്ങാനിടയായ സാഹചര്യം നമ്മൾ വായിച്ചു നോക്കിയാൽ വ്യക്തമായിട്ട് ഇതേപോലത്തെ ഒരു സിനാരിയോയാണ്. അമേരിക്ക നോർത്ത് കൊറിയയോട് പറയുന്നു, നിങ്ങൾ രഹസ്യമായിട്ട് യുറേനിയം എൻറിച്ച്മെൻറ്റ് നടത്തുന്നുണ്ടെന്ന് ഞങ്ങൾക്കറിയാം, ഞങ്ങളത് പരിശോധിക്കും. ഇതേപോലുള്ള കുറേ വാദങ്ങൾ മുന്നോട്ട് വെച്ചപ്പം നോർത്ത് കൊറിയ പറഞ്ഞൊരു കാര്യം ചെയ്യും, പരിശോധന വേണ്ട, ഒന്നും വേണ്ട, ഞങ്ങൾ ഇറങ്ങുവാണ്, ഞങ്ങൾക്ക് നിങ്ങളുടെ സഹായം വേണ്ട, സാങ്ഷൻ എത്ര വേണമെങ്കിലും വെച്ചു എന്ന് പറഞ്ഞ് ഇറങ്ങി. പതിവ് പോലെ തന്നെ റഷ്യയും ചൈനയും സഹായിച്ച് ഇപ്പോഴും ഒരു വലിയ കുഴപ്പമില്ലാതെ പോകുന്നു. അതേ രീതിയിൽ ഇറാൻ ഒരുപക്ഷെ ചിന്തിക്കാം. കാരണം ഇപ്പോഴും ഇറാനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജനങ്ങളോട് എത്രമാത്രം കമ്മിറ്റ്മെൻറ്റ് ഉണ്ടെന്നുള്ളത് ഉറപ്പുള്ള കാര്യമില്ല. കാരണം അവിടെ എക്കണോമിക് സിറ്റുവേഷൻ നമുക്കറിയാം. ഇൻഫ്ലേഷൻ 43% നിൽക്കുന്നു, എക്കോണമി ആകെ തകർന്നിരിക്കുന്നു, ഏകദേശം 33% ജനങ്ങൾ പോവർട്ടി ലൈൻ്റെ താഴെ നിൽക്കുന്നു. അവരുടെ കറൻസി കൂപ്പുകുത്തി ഒന്നുമില്ലാതെ ഏകദേശം എനിക്കൊന്ന് $1 കിട്ടുന്ന 42,000 ഇറാനിയൻ റിയാൽ കൊടുക്കേണ്ട അവസ്ഥ. അങ്ങനെയുള്ളൊരു സിറ്റുവേഷൻ നിൽക്കുന്ന രാജ്യം പിന്നീട് ചിന്തിക്കുന്നത് എന്തായാലും നനഞ്ഞു, ഇനി കുളിച്ചിറങ്ങാം എന്ന് ചിന്തിച്ചാൽ അവർ NPTയിൽ നിന്നും മാറാൻ, വിഡ്രോ ചെയ്യാൻ ഒരുപക്ഷെ നോർത്ത് കൊറിയ പോലെ ശ്രമിക്കും. ആ ചെയ്യാനുള്ള ധൈര്യം അവർക്ക് കിട്ടുന്നത് റഷ്യയുടെയും ചൈനയുടെയും സപ്പോർട്ട്. കാരണം അവർക്കറിയാം നോർത്ത് കൊറിയ ഇപ്പോൾ വിഡ്രോ ആയിട്ട് 22 വർഷമായി. അവരോട് അണുബോംബ് നിർമ്മിക്കാൻ ശ്രമിക്കുന്നു, അവരതുകൊണ്ട് തന്നെ ആരും അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുന്നില്ല. ഒപ്പം തന്നെ റഷ്യയും ചൈനയും പല രീതിയിൽ അവരെ സഹായിക്കുന്നു, ഇറാനെ ഇപ്പോൾ സഹായിക്കുന്നുമല്ല. അപ്പോൾ ഇറാൻ ഒരുപക്ഷെ അങ്ങനെ ചിന്തിച്ചേക്കാം, NPTയിൽ നിന്ന് മാറി നിന്നാൽ ധൈര്യപൂർവ്വം ആരെയും പേടിക്കാതെ യുറേനിയം എൻറിച്ച്മെൻറ്റ് നടത്തി ന്യൂക്ലിയർ ബോംബുകൾ നിർമ്മിച്ച് ഒരുപക്ഷെ
തിരിച്ചു കയറാനുള്ള അവസരമുണ്ട്. NPT-യിലോട്ട് തിരിച്ചു കയറാം, പക്ഷേ അതിന് ഒത്തിരി കണ്ടീഷൻസ് ഉണ്ട്. അപ്പോൾ ഇറാൻ ഒരുപക്ഷെ ശ്രമിക്കാൻ പോകുന്ന ഒരു പോസിബിലിറ്റി ഈ NPT-യിൽ നിന്ന് ചാടാൻ ആയിരിക്കാം, റഷ്യയും ചൈനയും പിൻബലം കൊടുത്താൽ. പിന്നെയുള്ളൊരു പോസിബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡെമോക്രസി ആയിട്ട് മാറുക, അതിനൊരു റെജീം ചേഞ്ച് വരണമായിരുന്നു. പക്ഷെ അത് പോസിബിൾ ആയിട്ടില്ല അമേരിക്കയ്ക്കും ഇസ്രായേലും. പക്ഷെ അത് പോസിബിൾ ആയിക്കഴിഞ്ഞാലാണ് ഇറാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ ഇന്ത്യയുടെ പകുതിയുള്ളൂ ഇറാൻ, പക്ഷേ ഇന്ത്യയെക്കാളും റിസോഴ്സ് റിച്ച് ആണ് ഇറാൻ. അങ്ങനെ ഒരു രാജ്യം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഡെമോക്രസി ആയിക്കഴിഞ്ഞാൽ ബെനിഫിറ്റ്സേ ഉള്ളൂ. ശരിക്കും നാച്ചുറൽ റിസോഴ്സസിൻ്റെ ലിസ്റ്റ് എടുത്താൽ ഏറ്റവും റിസോഴ്സ് റിച്ച് രാജ്യങ്ങളിൽ റഷ്യയും അമേരിക്കയും ചൈനയും കാനഡയും കഴിഞ്ഞാൽ, ഇതൊക്കെ വലിയ രാജ്യങ്ങളാണ്. കഴിഞ്ഞാൽ ഇന്ത്യയെക്കാളും ചെറിയ രാജ്യമായ ഇറാനാണ് 5ാം സ്ഥാനത്ത്. ഏകദേശം 20ഓളം ടൂറിസ്റ്റ് സൈറ്റുകൾ, യുനെസ്കോ ഹെറിറ്റേജ് സൈറ്റുകളുള്ള രാജ്യമാണ്. ഒരുപാട് നാച്ചുറൽ റിസോഴ്സസ് ഉണ്ട്. അവിടെ ഡെമോക്രസി ആയിക്കഴിഞ്ഞാൽ ജനങ്ങൾ രക്ഷപ്പെടും, മിഡിൽ ഈസ്റ്റിൽ പീസ് ഉണ്ടാവും എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. അപ്പം നിലവിൽ ഞാൻ കാണുന്ന 2 പോസിബിലിറ്റിയിൽ ഏറ്റവും സാധ്യതയുള്ള പോസിബിലിറ്റി, ഒന്നെങ്കിൽ പഴയതുപോലെ തന്നെ ഇറാൻ മുന്നോട്ട് പോകുന്നു, ഇതൊന്നും സംഭവിക്കാത്ത പോലെ പ്രോക്സികളെ വെച്ച് മിഡിൽ ഈസ്റ്റിലൊക്കെ യുദ്ധം നടത്തുന്നു, ഇസ്രായേലിനെതിരെ പോരാടുന്നു, അമേരിക്ക പറയുന്നത് കേൾക്കാതിരിക്കുന്നു, പതുക്കെ രഹസ്യമായിട്ട് യുറേനിയം എൻറിച്ച് ചെയ്തുകൊണ്ട് പോകുന്നു. അല്ലെങ്കിൽ NPT-ന്ന് ചാടി നിങ്ങൾ സാങ്ഷൻസ് വെച്ചു, ഞങ്ങൾ ജീവിച്ചോളാം, ആരും മുമ്പും സഹായിച്ചിട്ടില്ല, ഇനിയും ആരും സഹായിക്കാൻ പോകുന്നില്ല, റഷ്യയും ചൈനയും സഹായത്തിന് വരും എന്നുള്ളൊരു എക്സ്പെക്റ്റേഷനിൽ അവർ അങ്ങനെ ചെയ്യാം. മൂന്നാമത്തെ ഏറ്റവും അകന്ന പോസിബിലിറ്റി, ഏറ്റവും ഡിസ്റ്റൻറ്റ് പോസിബിലിറ്റിയാണ് അമേരിക്കയുമായിട്ടൊരു ചർച്ചയ്ക്ക് തയ്യാറായി ഈ എൻറിച്ച്മെൻറ്റ് വേണ്ടെന്ന് വെക്കുക. കാരണം ഇവർ 1981 ഇസ്രായേൽ ഒരു ഓപ്പറേഷൻ ഇറാഖിന് മേൽ നടത്തിയിരുന്നു. ഇതേപോലെ അണ്ടർഗ്രൗണ്ട് ഫെസിലിറ്റി എല്ലാം തകർത്ത് കളഞ്ഞത് ഇറാൻ കണ്ടതാണ്. അന്ന് കണ്ട് ഇറാൻ ഭയന്നു. അന്ന് തന്നെ അവർ തീരുമാനിച്ചു ഒരിക്കലും ഇത് മുന്നോട്ട് പറയത്തില്ല എന്നുള്ളത് തീരുമാനിച്ചു. പക്ഷേ പലതവണ 2000 അവർ നെയ്താൻസിൽ തുടങ്ങി, 2003 ഇൻ്റലിജൻസ് കണ്ടുപിടിച്ചു, 2000 തന്നെ ഫോഡോയിൽ അണ്ടർഗ്രൗണ്ടിൽ തുടങ്ങി, 2009 അമേരിക്കൻ ഇൻ്റലിജൻസ് കണ്ടുപിടിച്ചു. അതുകൊണ്ട് ഇവർ ഇത്രയും വർഷം കൊണ്ട് കഷ്ടപ്പെട്ട് 60% ആക്കിയതാണ്. ഒരിക്കലും അവർ ഈ പഠിക്കൽ കൊണ്ട് കലമടയ്ക്കാൻ നിൽക്കില്ല. അതുകൊണ്ട് എനിക്ക് തോന്നുന്നൊരു പോസിബിലിറ്റി, ഒന്നെങ്കിൽ പഴയതുപോലെ മുന്നോട്ട് പോകുക, അല്ലെങ്കിൽ NPT-ന്ന് ചാടുക. മറ്റൊന്ന് ഈ പറഞ്ഞതുപോലെ ഈ ഹോർമിസ് കടലിടുക്ക്, അത് അവരെ സംബന്ധിച്ചൊരു തുറുപ്പിയിട്ടാണ്. നമുക്കറിയാം 1987 ഇറാൻ ഇറാഖ് യുദ്ധമൊക്കെ നടക്കുന്ന സമയത്ത് അവിടെ പൈലിങ്ങും മറ്റും നടത്തി ഒരുപാട് ആക്രമണങ്ങൾ നടത്തി. അവർക്ക് വരുന്ന കപ്പലുകളെ കാണാനും അങ്ങനെയൊക്കെയുള്ള ഒരുപാട് സംവിധാനങ്ങളുണ്ട്. അന്നത്തിൽ നിന്നും രാജ്യങ്ങൾ തമ്മിൽ മാറി ഇപ്പോൾ ഒരുപാട് കണക്റ്റഡായി. എന്നിരുന്നാൽ കൂടിയും ഈ ഇന്ധനം ഏറ്റവും കൂടുതൽ മറ്റ് രാജ്യങ്ങളിലേക്ക് ഏകദേശം 60-70% ഈ ഹോർമിസ് കടലിടുക്ക് വഴിയാണ് പോകുന്നത്. അപ്പോൾ അതിനെ ബ്ലോക്ക് ചെയ്യാനുള്ളൊരു നടപടി എടുത്താൽ ഏത് തരത്തിലായിരിക്കും അത് ബാധിക്കുക? അത് ഇറാന് വലിയ വില കൊടുക്കേണ്ടി വരും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നേരത്തെ പറഞ്ഞ പോസിബിലിറ്റീസ് എന്നൊക്കെ പറഞ്ഞാൽ ഇസ്രായേലിനെ മാത്രം ഡയറക്റ്റ്ലി ബാധിക്കുന്ന പോസിബിലിറ്റി. പക്ഷേ ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്തെ മൊത്തം ബാധിക്കുന്ന പോലെ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലോകത്തെ ഓയിൽ ആൻഡ് നാച്ചുറൽ ഗ്യാസ് ട്രേഡിൻ്റെ 25% കടന്നു പോകുന്ന സ്ട്രേറ്റ് ഓഫ് ഹോർമുസിലൂടെയാണ്. അവിടെ ഒരു തടസ്സം സൃഷ്ടിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഇംപ്ലിക്കേഷൻസ് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന നമ്മൾ രണ്ടുപേർക്ക് ഉൾപ്പെടെ വരും. അപ്പോൾ അത് എല്ലാ നേഷൻസും എതിരാകുന്ന, എല്ലാ നേഷൻസിനെയും ശത്രുക്കളാക്കുന്നതിന് തുല്യമായി പോകും. അത് ഇറാൻ മുതിരുമോ എന്നറിയില്ല. കാരണം അങ്ങനെ ചെയ്താൽ ഒന്ന് ഓയിലിൻ്റെ, കാരണം ഇത് ഈ റൂട്ട് മാറ്റി വിടേണ്ടി വരും. എല്ലാ കാർഗോയും റൂട്ട് മാറ്റി വിടുന്ന അനുസരിച്ച് ട്രെയിനിൻ്റെ ഡിലേ വരുന്ന അനുസരിച്ച് അതൊരു കോസ്റ്റാണ്. കാരണം വഴി തിരിച്ചു വരുമ്പോഴത്തേക്കും അത്രയും കൂടെ എണ്ണ കത്തിക്കുകയാണ്. അപ്പോൾ ആ കോസ്റ്റ് വരുമ്പോഴത്തേക്കും ആ കോസ്റ്റ് അൾട്ടിമേറ്റ്ലി കസ്റ്റമറിൻ്റെ അടുത്തോട്ട് വരുന്നത്. അത് ഇൻഫ്ലേഷൻ്റെ രൂപത്തിലോ അല്ലാതെയൊക്കെ വരുന്നതുകൊണ്ട് അത് ഇറാൻ തുനിയാൻ സാധ്യതയില്ല. അങ്ങനെ ചെയ്താൽ അമേരിക്ക ഉൾപ്പെടെ ഒരുപക്ഷെ ഇസ്രായേലിന് അനുവാദം കൊടുക്കും, തിരിച്ചടിച്ചോ ഇനിയിപ്പം സീസ് ഫയർ നോക്കണ്ട എന്ന് വരെ പറയാൻ സാധ്യത. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.